നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു തരത്തിലും സന്തോഷം കണ്ടെത്താനോ അനുഭവിക്കാനോ കഴിയാതെ തീർത്തും മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിലുള്ള ഒരു നിരാശ, ദുഃഖമൊക്കെ ആയിരിക്കാം നിങ്ങളിൽ പലരിലും ഇപ്പോഴുള്ളത്. നിങ്ങളുടെ കുടുംബജീവിതം, സ്നേഹബന്ധം ഇവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളായിരിക്കാം നിങ്ങളിൽ പലർക്കുമുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ചുറ്റും സന്തോഷിക്കാനുള്ള ധാരാളം അവസരങ്ങൾ, സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതൊന്നും കണ്ടെത്താനോ അനുഭവിക്കാനോ ഉള്ള ഒരു മനസ്സ് നിങ്ങൾക്കില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു, വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ അതിനെയെല്ലാം അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന, ആത്മവിശ്വാസം, പരിശ്രമം ഇവയൊക്കെ ആയിരിക്കാം മുന്നോട്ട് വരാനായിട്ട് നിങ്ങളെ സഹായിച്ചത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് എന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ എല്ലാവരുമായും സഹകരിച്ച് അടുത്ത് ഇടപഴകി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നാൽ അതിൽ നിന്നും മാറി തനിച്ചിരിക്കാനാണ് ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാനും നിങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കാനും താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു തീരുമാനം കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അന്വേഷിക്കുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുമെന്ന്. കൂടാതെ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും. തിരിച്ചൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോഴും ചെയ്യുന്നുണ്ടാവാം. എന്നാൽ നിങ്ങൾക്കൊരു സഹായം വേണ്ടി വന്ന ആ ഒരു സമയത്ത് ഈ വ്യക്തികൾ ആരും തന്നെ മുന്നോട്ട് വന്നിട്ടില്ല, നിങ്ങളെ സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിലൊന്നും ഒരു പരിഭവമോ പരാതിയോ ഒന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം നിങ്ങൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയുടെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകും എന്ന് തന്നെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് നിങ്ങൾ തുടരുക, നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നതാണ്. അതേപോലെ തന്നെ തടസ്സങ്ങൾ മൂലം നിങ്ങൾക്ക് നിർത്തിവെക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടി വന്ന പല കാര്യങ്ങൾക്കും വീണ്ടും ഒരു തുടക്കം ഉണ്ടാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വീണ്ടും തുടങ്ങുന്നതിനുള്ള ചില വഴികളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കൂടാതെ തൊഴിൽപരമായിട്ടുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിലേക്കൊരു മനോബലം, ധൈര്യം ഇവയൊക്കെ വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ വളരെ ദുർബലരായിട്ടുള്ള ആളുകളായിരിക്കാം. ചെറിയ എന്തെങ്കിലും സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ തന്നെ അതിനെ നിങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ച് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, ഉറക്കം പോലും നഷ്ടമാവുന്ന രീതിയിലേക്കൊക്കെ എത്തിക്കുന്ന പ്രകൃതക്കാരായിരിക്കാം നിങ്ങളിൽ പല ആളുകളും. അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തിനേയും സഹിക്കാനും അതേപോലെ തന്നെ ആത്മവിശ്വാസത്തോടെ ഉൾക്കൊള്ളാനും നേരിടാനുമൊക്കെയുള്ള ആ ഒരു മനോബലം, തൻ്റെ ഇടം ഇവയൊക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. കൂടാതെ നിങ്ങളുടെ സാഹചര്യം അത് എത്ര മോശമായാലും അവിടെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ദൈവികമായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കുക. എല്ലാ കാര്യങ്ങളിലും ആ ഒരു ശക്തി തന്നെ നിങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കി തരുന്ന ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. കൂടാതെ
സാമ്പത്തികമായിട്ടുള്ള സങ്കടങ്ങൾ ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധികൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു അവസാനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നതാണ്. ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള ചില സഹായങ്ങൾ കിട്ടുന്നതാവാം. അതല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും മുമ്പ് പണം കടമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അവരത് തിരികെ തരുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം വന്നു ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് വളരെയധികം സമാധാനവും സന്തോഷവും ലഭിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങളെ വീണ്ടും കൂട്ടി യോജിപ്പിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇപ്പോൾ നിസ്സാര കാര്യങ്ങൾക്ക് നിങ്ങളിൽ നിന്നും പിണങ്ങി അകന്നു മാറി നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കാം. വളരെ കാലമായിട്ട് നിങ്ങളുമായിട്ട് ഒരു രീതിയിലുമുള്ള ബന്ധവുമില്ലാത്ത ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടായിരിക്കാം. അപ്പോൾ അത്തരം ആളുകൾ നിങ്ങൾക്കരികിലേക്ക് വരാനും നിങ്ങളുമായിട്ട് പഴയതുപോലെ ഒരു അടുപ്പത്തിലാവാനുമൊക്കെയുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് യൂണിവേഴ്സ് എത്തിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും വളരെ കാലമായിട്ട് കാത്തിരുന്ന ഏതോ ഒരു കാര്യം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ എത്താൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു വിവാഹത്തിന് വേണ്ടി, ഒരു കുഞ്ഞിന് വേണ്ടിയൊക്കെ ആഗ്രഹിച്ച് കാത്തിരിക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പലർക്കും സാധ്യമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇനി ഇതുവരെയും നിങ്ങൾക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ പലർക്കും ജോലി, പഠനം എന്നിവയ്ക്കൊക്കെ ആയിട്ട് വിദേശത്തേക്ക് പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഏതെങ്കിലും വ്യക്തികളോട് വളരെയധികം ദേഷ്യം തോന്നുന്ന ഒക്കെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളിലെ അത്തരം എനർജി കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു ദേഷ്യമൊക്കെ ഇല്ലാതായി വീണ്ടും അവരുമായിട്ട് ഒത്തുചേരണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ പല ആളുകളിലും ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഏതൊരു സാഹചര്യത്തിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ മുറുകെ പിടിക്കുക. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.